ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഹനോവറിൽ നിന്ന് സ്വീഡനിലേക്ക് തിരിച്ചു പോവാണ്. ജർമ്മനിയിൽ നിന്ന് സ്വീഡനിലേക്ക് തിരിച്ചു പോവാണ്. ഞാൻ റിൻഡോയോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നാ വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ റിൻഡോനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. റിൻഡോയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എത്തുള്ളൂ എന്നാണ്. 5th എത്തുമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിൻഡോനെ നമുക്ക് സർപ്രൈസ് ചെയ്യാം. റിൻഡോയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് റിൻഡോ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാമെന്ന്. ഇനി ഞാൻ എങ്ങാനും റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ചമ്മി പോവാമോ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് എൻ്റെ ഫ്രണ്ട് അഞ്ചു എനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിത് ഇട്ടിട്ട്. ഇത് എൻ്റെ ബെഡായിരുന്നു. ഞാൻ ഹനോവറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ ബെഡിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. വെച്ചാൽ ഇത് എൻ്റെ റൂമായിരുന്നു. എനിക്ക് കുറേ മെമ്മറീസ് ഉള്ള റൂമായിരുന്നു. ഞാൻ 9 months ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു നല്ല ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്ത മാസങ്ങളായിരുന്നു അത്. ഇനി എനിക്കിതൊക്കെ മിസ് ചെയ്യും. അങ്ങനെ ഇനി എന്നാണ് ഹനോവറിലേക്ക് ഒരു തിരിച്ചു വരവെന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് പോകുമ്പോൾ എല്ലാവരും ഇവിടെ പെയിൻറ്റിങ്സ് ചെയ്തു വയ്ക്കും. ഇപ്പം പല കൺട്രീസിൽ നിന്നുള്ളവരെ നമുക്ക് കാണാം. വിയറ്റ്നാമീസ്, ചൈനീസ്, ജർമ്മൻ, ഇറ്റാലിയൻ, അങ്ങനെ പല അവരുടെ കൺട്രിയുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇത് ഞാൻ വരച്ച പിക്ചറാണ്. ഇത് എന്നെ, സാബ്സിനെയും പിന്നെ ശ്രദ്ധേനെ ഉദ്ദേശിച്ചാണ് ഞങ്ങളിത് വരച്ചത്. കാരണം ഞങ്ങൾ ലാസ്റ്റ് ആയിരുന്നപ്പോൾ ഞങ്ങൾ 3 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു. അങ്ങനെ എൻ്റെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രാം കയറി സെൻട്രൽ സ്റ്റേഷനിലെത്തി. ഞാൻ പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി. കാരണം നമുക്ക് എത്രമാത്രം ടൈം കിട്ടും വാങ്ങാനെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഹനോവർ ബാനോഫ് എത്തി. ഇനി എന്താണ് ആ ഒരു തിരിച്ചു വരവ്, ശരിക്കും ഒന്ന് കണ്ടേക്കാം. ഇനി ഒരു നീണ്ട യാത്രയ്ക്കാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഈ ഹനോവർ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഹാംബുർഗിലെത്തും. ഹാംബുർഗ് വരെ ഏകദേശം 3 മണിക്കൂറാണ് ഉള്ളത്. അവിടെ നിന്ന് ഞാൻ ബസ് കയറി പോളണ്ടിലെത്തും. പോളണ്ട് വരെ ഹാംബുർഗിൽ നിന്ന് 12 മണിക്കൂറാണ് ഉള്ളത്. അങ്ങനെ പോളണ്ടിലെത്തിയ ശേഷം പിന്നെ അവിടെ നിന്ന് ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടാണ് സ്വീഡനിലെത്തുന്നത്. അങ്ങനെ സ്വീഡനിൽ സ്കെല്ലഫ്റ്റിയ എന്ന സ്ഥലത്താണ്, എയർപോർട്ടിലാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമുക്ക് വീട്ടിലേക്ക് യാത്രയുണ്ട് 1 മണിക്കൂറോളം, 1 മണിക്കൂർ കൂടുതൽ. അപ്പോൾ ഒരു 24 മണിക്കൂറായിരിക്കും മൊത്തത്തിലുള്ള നമ്മുടെ യാത്ര വരാൻ പോകുന്നത്. അങ്ങനെ ട്രെയിനും ബസ്സും ഫ്ലൈറ്റും ഇനി ബോട്ട് മാത്രമേ ഞാൻ എൻ്റെ അടുത്ത് ഈ യാത്രയിൽ ഞാൻ യൂസ് ചെയ്യത്തേ ഉള്ളൂ. ഞാൻ ട്രെയിനിലായിരുന്നു ഹനോവർ ടു ഹാംബുർഗ് ട്രാവൽ ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഹാംബുർഗ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റേഷനിലേക്ക് നടക്കുന്നതാണത്. പിന്നെ സ്വീഡൻ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ സ്കൂട്ടേഴ്സ്. സ്വീഡനിലാണെങ്കിൽ ബിഗ് സിറ്റീസിൽ മാത്രമേ നമുക്ക് ഇത് കാണുള്ളൂ. പക്ഷേ ജർമ്മനിയിൽ ഇത് എല്ലായിടത്തും ഭയങ്കര കോമൺ ആണ്. നമ്മൾ ധൃതിയൊക്കെ പിടിച്ച് പോകുമ്പോൾ ഈ സ്കൂട്ടർ ഉള്ളത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റേഷൻ എത്തിയിട്ടോ. യൂറോപ്പിലുള്ള എല്ലാവർക്കും ഫ്ലിക്സ് ബസ്സിനെ പറ്റി അറിയായിരിക്കും. നമുക്ക് യൂറോപ്പിൽ തന്നെ ട്രാവൽ ചെയ്യാനുള്ളതിന് ഡിഫറെൻറ്റ് സിറ്റീസിലോട്ടോ കൺട്രീസിലേക്കോ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫ്ലിക്സ് ബസ്. ഇന്ത്യയിലും ഫ്ലിക്സ് ബസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. റീസെൻ്റ്ലി ഇന്ത്യയിലും ഫ്ലിക്സ് ബസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഫ്ലിക്സ് ബസ്സിൻ്റെ ഓഫീസ് ഉണ്ട്. അവിടെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ അവിടെ ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റേഷനിൽ നിന്ന് ഞാനൊരു ടീ ഒക്കെ കുടിച്ചിരുന്നു. എനിക്കൊരു ചെറിയൊരു ചുമയും ജലദോഷമൊക്കെ പോലെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ടൈം കളയണ്ടേ എങ്ങനെയെങ്കിലും. 1 മണിക്കൂർ ഉണ്ടായിരുന്നു ബസ് വരാനായിട്ട്. അപ്പോൾ ടീ ഒക്കെ കുടിച്ച് ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ടൈം വേണമെന്നുണ്ടെങ്കിലും ക്ഷമയോട് കൂടി കാത്തിരിക്കാം, തണുപ്പൊന്നുമില്ലല്ലോ. അങ്ങനെ ഫൈനലി നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. നമ്മൾ സീറ്റ് നമ്പറൊക്കെ നോക്കി ബസ്സിൽ കയറിയിരുന്നു. ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ലഗേജ് എല്ലാം അവിടെ താഴെ വച്ചു. എനിക്കിങ്ങനെ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് നൈറ്റിൽ. കാരണം നമുക്ക് ഉറങ്ങാമല്ലോ. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഫുള്ള് ഈ സ്ഥലം എത്തല്ലേ എന്നായിരിക്കും. പിന്നെ ഈ ബസ്സിൽ തന്നെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ പോളണ്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ നിന്ന് ഞാൻ ട്രെയിനിൽ കയറി. പോളണ്ടിലുള്ള ട്രെയിൻ ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ ജർമ്മനിൽ നിന്നും സ്വീഡനിൽ നിന്നും. എനിക്ക് തോന്നി ഒരു വിൻറ്റേജ് ട്രെയിൻ പോലെയൊക്കെയാണ് തോന്നിയത്. അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പോളണ്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രെയിനിൽ കയറുന്ന ആദ്യമായിട്ടായിരുന്നു. പോളണ്ടിലെ ഡൻസ്ക് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതൊരു അണ്ടർ റേറ്റഡ് സിറ്റി കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ സിറ്റി കാണാനായിട്ട്. അങ്ങനെ പോളണ്ടിലെ ബസ് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറി ഞാൻ എയർപോർട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ സെക്കൻഡ് മോസ്റ്റ് വിസിറ്റഡ് എയർപോർട്ടാണ് ഇത്. കാരണം നേരത്തെ ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ വന്നിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ ഞങ്ങൾ സിറ്റി മാറി സ്കെല്ലഫ്റ്റിയ പോകുമ്പോഴും ഇവിടെ തന്നെ വന്നിട്ടാണ് നമ്മൾ പോകുന്നത്. പോളണ്ടിൽ നിന്ന് ഒരുപാട് ഫ്ലൈറ്റ്സ് സ്വീഡനിലേക്കുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീന്ന് റിൻഡോയ്ക്ക് ഒരു പെർഫ്യൂം വാങ്ങാമെന്ന് ഓർത്തു. ഇത് റിൻഡോയുടെ ഫേവറേറ്റ് പെർഫ്യൂമാണ്. അപ്പോൾ ഇത് റിൻഡോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഓർത്തു.
പിന്നെ സ്വീഡനും ജർമ്മനിയും എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ പോളണ്ടിൽ കുറച്ചുകൂടി ചീപ്പാണ് സാധനങ്ങളെല്ലാം. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ വരുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞാൻ റയനെയറിലായിരുന്നു ട്രാവൽ ചെയ്തത്. റയനെയർ എപ്പോഴും ഡിലേ ആണ്. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഞാൻ പോളണ്ടിലെ ഒരു പേസ്ട്രിയും പിന്നെ അതുപോലെ തന്നെ ഒരു ടീയും വാങ്ങിയിട്ടോ. വീണ്ടും ഇതാ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു, ഡിലേ ആയ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ പ്രയോറിറ്റിയാണ് ബുക്ക് ചെയ്തിരുന്നത്, അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും മുമ്പ് ഫ്ലൈറ്റിൽ കയറാൻ പറ്റും കേട്ടോ. പിന്നെ റയനെയറിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും, യൂറോപ്പിലെ ചീപ്പസ്റ്റ് ഫ്ലൈറ്റാണ്. എൻ്റെ ഒരു അറിവിൽ ഇതൊരു ഐറിഷ് ഫ്ലൈറ്റ് ആണെന്നാണ്. പണ്ട് ഞാൻ എപ്പോഴും റയനെയർ തന്നെയായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അത്ര അത് ഓപ്റ്റ് ചെയ്യാറില്ല. അതിന് ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡിലേ ആയിരിക്കും റയനെയർ. പിന്നെ അത് മാത്രമല്ല നമുക്ക് ലഗേജ് എടുക്കാൻ പറ്റാറില്ല, അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല നല്ല ചെവി വേദന ആയിരിക്കും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് മാത്രമാണോ എന്നറിയില്ല, നിങ്ങൾക്കെല്ലാം അങ്ങനെ ചെവി വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ ഞാൻ പല പല മെത്തേഡ് ഈ ചെവി വേദന എടുക്കാതിരിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹെഡ്സെറ്റ് വയ്ക്കും, നോയിസ് ക്യാൻസലേഷനിൽ ഇടും, പിന്നെ വായിൽ എയർ വയ്ക്കും. പക്ഷേ ഒരു രക്ഷയില്ല, റയനെയർ കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചെവി വേദനയാണ്, പ്രത്യേകിച്ച് ലാൻഡിങ്ങിൻ്റെ സമയത്ത്. പിന്നെ പണ്ടൊക്കെ റയനെയർ ലാൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര കൈയടിയായിരിക്കും, പക്ഷെ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. പിന്നെ എനിക്ക് ചെറിയ ചുമയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിലിരുന്നും ഞാൻ ഭയങ്കര ചുമയായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ ഉറങ്ങി. അങ്ങനെ ഫൈനലി സേഫായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സ്കെല്ലഫ്റ്റിയ എയർപോർട്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്നും ഞാൻ ബസ് കയറി വീട്ടിലേക്ക്. ഇതൊരു ഷട്ടിൽ ബസ്സാണ് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സിറ്റിയിലേക്കുള്ളത്. ഈ ടൈമിലേക്ക് ഞാൻ ഓർത്തു കേട്ടോ, ഷെറിൻ്റെയോട് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ വരുന്ന കാര്യം. കാരണം ഇത്രയും ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എയർപോർട്ടിൽ നമ്മളാരും പിക്ക് ചെയ്യാനില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ചിന്തിച്ച് നോക്ക്. അങ്ങനെ 24 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ഫൈനലി വീട്ടിലെത്താറായി. നമുക്ക് റിൻഡോ ഒരിടത്ത് എത്താറായി. നമുക്ക് ഒന്ന് ഞെട്ടുമെന്ന് നോക്കാം. ഞാൻ ചപ്പി പോകുന്നത് എനിക്ക് പേടിയുണ്ട്, പക്ഷെ നമുക്ക് നോക്കാറില്ല ഞെട്ടുമെന്ന്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ബെല്ലടിച്ച് നോക്കാറുണ്ട്, തുറക്കുമെന്ന് നോക്കാം. പുറത്തുനിന്ന് ഡോർ നമുക്ക് എപ്പോഴും തുറന്നിടാറ്. ഡോർ വെച്ച് തുറക്ക് തുറക്ക്. എവിടെ പോതിക്ക റെഡിയായിട്ട് എവിടെ പോതിക്ക ഞെട്ടി പറഞ്ഞോ. ഞാൻ സർപ്രൈസ് തരാൻ വേണ്ടി വന്നാ. ഞെട്ടിയോ? അങ്ങനെ നീണ്ട 12 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ വീട്ടിലെത്തി. ഞാൻ ആദ്യം തന്നെ നോക്കിയത് എൻ്റെ ചെടികളെയാണ്. ഞാൻ കാണിച്ചു തരാം. പയർ വലുതായി കുറച്ചുകൂടി. പിന്നെ ഇത് തക്കാളിയാണ്, അത് ഇത്രയായി. ഞാൻ വന്നപ്പോൾ ഒരു കുഞ്ഞൊരു ഇത്തിരി ഉണ്ടായിരുന്നുള്ളത്, ഇത്രയായി. ഇത് ലെറ്റ്യൂസാണ്, ഇതൊക്കെ വലുതായി. ഇത് സ്പ്രിംഗ് അനിയനാണ്. അങ്ങനെ എൻ്റെ ചെടികളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. അതിൽ പൂക്കളൊക്കെ പോയി, പക്ഷെ ചെടി നന്നായിട്ടിരിക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഞാൻ സ്വീഡനിൽ എത്തിയിട്ട് നെക്സ്റ്റ് ഡേ ആയി. ഇന്നലെ എനിക്ക് ഒരു ബൈ പറയാനൊന്നും പറ്റിയില്ലായിരുന്നു, കാരണം ഓൾറെഡി ഞാൻ ടയേർഡായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കോൾഡൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇപ്പം ഞാൻ ഓക്കെ ആയി. പിന്നെ റിൻഡോ ഇന്നലെ സർപ്രൈസ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളെ ഒട്ടും വിചാരിച്ചില്ല ഞാൻ വരുമെന്ന്. എന്തായാലും ആളൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആളെ ഇമോഷൻസ് ഒന്നും അത്ര എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ സർപ്രൈസ് ആയ പോലെയൊന്നും കാണിച്ചില്ല. പക്ഷെ ആളൊന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടിയായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസും കൂടി ഈ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സൂൺ തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ ജർമ്മനിയിലെ വിശേഷങ്ങൾ ഇനിയും നിങ്ങൾക്ക് കാണാനുണ്ട്. അങ്ങനെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.